അപ്പോൾ നമ്മൾ തോർത്തെടുത്തിട്ടില്ല കേട്ടോ. തോർത്തെടുത്തെങ്കിൽ നമുക്ക് കുളിക്കായിരുന്നു. നോക്കിയേ, ആഹാ കണ്ടാ അടിപൊളിയായിട്ട് വെള്ളം വീണ് കേട്ടോ മുകളിൽ നിന്ന്. അപ്പോൾ ഇതിലൊക്കെ നിന്ന് നമുക്ക് കുളിക്കാനുള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. നമസ്കാരം. അപ്പോൾ നമ്മൾ കുറച്ച് നാളുകളായി നമ്മുടെ ചാനലിൽ യാത്രാപരമായ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നമ്മളിനി വീണ്ടും യാത്രകളായ സംബന്ധിച്ചുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഒരുപാട് വരും. അപ്പോൾ നിങ്ങളെന്തെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് മൂന്നാറിൽ നിന്ന് മാങ്കുളത്തേക്ക് പോകണ വഴിയാട്ടോ. അപ്പോൾ ഇരുമ്പുപാലം എന്നൊരു സ്ഥലത്തോടെ നമ്മൾ വന്നത്. അപ്പോൾ ആ സ്ഥലം നമുക്ക് അധികം സുപരിതല്ല. അപ്പോൾ നമ്മൾ വരുന്ന വഴി റോഡ് സൈഡിൽ ഒരു മനോഹരമായൊരു വെള്ളച്ചാട്ടം കണ്ടിട്ടു. അപ്പോൾ നമ്മുടെ പുറകിൽ കാണുന്ന വെള്ളച്ചാട്ടം. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കാണാം. അപ്പോൾ നിങ്ങളെന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല നല്ല കാഴ്ചകൾ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. ഇടുക്കി മൂന്നാർ യാത്രയിൽ ഏറ്റവും മനോഹരമായ ഒരു എൻട്രൻസ് തന്നെയാണ് നമ്മുടെ ഈ നേര്യമംഗലം പാലം. അപ്പം നമ്മൾ ഏത് യാത്ര വന്നാലും ഈ നേര്യമംഗലം കാണുമ്പോൾ ഈ പാലം കാണുമ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് വീഡിയോ എടുക്കാൻ തോന്നും. നമ്മളത് നേരെ നേര്യമംഗലം പാലം കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല മനോഹരമായ കേട്ടോ. നമുക്ക് അധികം വണ്ടികളൊന്നുമില്ല. അപ്പോൾ നല്ലൊരു വീഡിയോ നമുക്ക് നേര്യമംഗലം പാലം കിട്ടുന്നതിൻ്റെ കിട്ടുന്നുണ്ട്. നമുക്ക് നല്ല രാവിലെ വന്നത് തന്നെ നമുക്ക് തിരക്കുന്നുണ്ട് റോഡുകളിൽ. ശരിക്കും പറഞ്ഞാൽ ഞായറാഴ്ച ദിവസങ്ങൾക്ക് നല്ല തിരക്കുണ്ടാവണമെന്ന് ഈ നേര്യമംഗലം ഈ വഴിക്കുണ്ട്. പക്ഷെ അവിടെ നമ്മൾ അതിരാവിലെ പോകുന്നു. അതാണ് അവരുടെ തിരക്ക് കയറി നമുക്ക് അനുഭവപ്പെടുന്നില്ല. നമ്മൾ ഇവിടുന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കയറി പോകുന്നുണ്ട്. നമ്മൾ നേരെ മെയിൻ റോഡ് വഴിയല്ല പോകുന്നത്. ഇവിടുന്ന് ഓൾഡ് മൂന്നാർ റോഡ് വഴി നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വഴി ബൈക്കാരെ വിടുമെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും കയറി പോയിട്ട് നോക്കാം ഏത് വഴിക്ക് പോകാൻ പറ്റുമെന്ന്. നേര്യമംഗലം പാലം കഴിഞ്ഞ് കുറച്ചുകൂടി പോകുമ്പോൾ നമ്മൾ നേരെ കയറുന്നു. അപ്പോൾ ശരിക്കും സ്ഥലത്തിൻ്റെ പേര് നമ്മൾ നോക്കിയെത്തിക്കുമ്പോൾ ഇവിടെ മൊത്തം ഒരു ഫോറസ്റ്റ് ആട്ടോ. ഫോറസ്റ്റിൻ്റെ കൂടെ നമ്മൾ പോകുന്നത് ചെറിയൊരു റോഡാണ്. അല്ല താരങ്ങല്ല, ഒരു കോൺക്രീറ്റ് വഴി കൂടെ നമ്മൾ പോകുന്നത്. അത്യാവശ്യം നല്ല കയറ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏത് വഴിയാണെന്ന് വെച്ചത് നമ്മൾ ഇവിടുന്ന് മാങ്കുളത്തേക്ക് ലൊക്കേഷൻ എടുത്തു. മാങ്കുളത്തേക്ക് ലൊക്കേഷൻ കാണിച്ചപ്പോൾ നമ്മൾ പോകുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു മനോഹരമായൊരു പള്ളി കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വ്യൂ ആട്ടോ ഈ റോട്ടിൽ നിന്ന് നോക്കുന്നത്. നമ്മൾ കുറേ പോകുന്നില്ല. കുറേ വഴി കടന്ന് പോകുന്നതിന് ശേഷം നമ്മൾ അവിടെ കടയിൽ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ആ വഴി ഓൾഡ് മൂന്നാർ വഴി ബൈക്കാരെ കടത്തിടുന്നില്ല എന്ന് പറഞ്ഞു. നമുക്കെന്തായാലും ഞാൻ വഴി പോയിട്ട് കാര്യമില്ല. നമ്മൾ ജസ്റ്റ് അത് നോക്കിക്കൂടാൻ പറഞ്ഞു. പക്ഷേ അവിടെയുള്ള ആൾക്കാർ അപ്പോൾ നമ്മുടെ കടത്തി വിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ തിരിച്ച് വീണ്ടും അത്ര വഴി പോയത് വേദന. അപ്പോൾ നമ്മൾ നേരെ ഈ വഴി പോകുന്നത് ഇരുമ്പുപാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. മൂന്നാർ അടിമാലി റൂട്ടിലെ ഇരുമ്പുപാലം എന്ന് പറഞ്ഞാൽ ജംഗ്ഷനിലെത്തുന്നുണ്ട് ഈ വഴി. അപ്പോൾ നമ്മളെന്തായാലും ആ വഴിക്ക് കടക്കാമെന്ന് പറഞ്ഞിട്ട് ഈ വഴി കൂടെ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും ചെറിയ റോഡാണ്. ചെറിയൊരു നാട്ടിൻ പ്രദേശം പോലെ ഉണ്ടോ. മൊത്തം ഈ രണ്ട് സൈഡിലും മലകളും അതുപോലെ തന്നെ നല്ലൊരു വഴിയാണ്. അതിന് തിരക്കും കാര്യങ്ങളില്ല. ഈ വഴിക്ക് അധികം ആൾക്കാരാണ് വരാറില്ല തോന്നുന്നുണ്ട്. യാത്രക്കാർ കുറവാണ്. ചെറിയ റോഡാണ്. അതൊക്കെ റൈറ്റ് സൈഡിൽ നല്ല മലയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു പഴംപിള്ളിച്ചാൽ സ്കൂൾ കേട്ടോ. സ്കൂളിൻ്റെ ഒക്കെ ഒരു എൻട്രൻസ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് മലയുടെ മുകളിലാന്ന് പറഞ്ഞ സ്കൂള്. അപ്പോൾ നമ്മളെന്തായാലും ഈ വഴി ഏതാണ് ഇരുമ്പുപാലം എന്ന സ്ഥലത്തേക്ക് എത്തുന്നത്. അപ്പോൾ അത് വഴി കടന്നിട്ട് നമുക്ക് വീണ്ടും മാങ്കുളത്തേക്കുള്ള യാത്രയാണ് നമ്മുടെ. അപ്പോൾ നമ്മുടെ ഈ സ്ഥലം ഏതാ നമുക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ കഴിഞ്ഞ് ഇരുമ്പുപാലത്ത് എത്തുമ്പോഴേക്ക് അകലെ ഒരു വെള്ളച്ചാട്ടം കാണുന്നുണ്ട്. വീടിൻ്റെ സൈഡിൽ പോകുമ്പോൾ നമുക്ക് മലയുടെ മുകളിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ആ വെള്ളച്ചാട്ടത്തേക്ക് വഴി കാണാം. അതെ, ആ കാണുന്ന വെള്ളച്ചാട്ടം നമ്മൾ നേരത്തെ റൂട്ടിൽ നിന്ന് വരുമ്പോൾ കണ്ട വെള്ളച്ചാട്ടം. അതൊക്കെ നല്ല രസമുണ്ട് വെള്ളം വീഴുന്നത് കാണാൻ. അപ്പോൾ നമുക്ക് ഇറങ്ങി പോകാനായിട്ട് ഇവിടെ ചോദിച്ചു നോക്കി കഴിഞ്ഞാൽ നമ്മളെ പോകുന്ന വഴിയില്ല കേട്ടോ. മൂന്നാറിൽ നമ്മൾ തിരിഞ്ഞ് കയറി പോകുന്നു. പാലക്കുളം പോകുന്ന വഴി വെള്ളച്ചാട്ടം കണ്ടത്. അതൊക്കെ നല്ല മനോഹരമായ വെള്ളച്ചാട്ടം. മലയുടെ മുകളിൽ നിന്ന് വെള്ളം വന്നത്. അത് നമുക്ക് ശരിക്കും അവിടേക്ക് റോഡിൻ്റെ അടുത്ത് തന്നെ കേട്ടോ. നമ്മൾ പോണ വഴിയിലെ അടുത്ത് തന്നെ നമുക്ക് പോകാൻ പറ്റും. ഇതിപ്പോൾ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങി പോണ വഴി കേട്ടത്. ആ സൈഡിൽ വീടുകളൊക്കെ ഉണ്ട്. ആ വീടുകളുടെ അതിലൂടെ ഇറങ്ങി പോകേണ്ട വഴി പോകുന്നത്. നമുക്ക് എന്തായാലും അവിടെ ചോദിച്ചു നോക്കാം. ചേച്ചി അങ്ങോട്ട് പോകാൻ പാടില്ല. കുഴപ്പമില്ല. ഇതാ പറഞ്ഞ വെള്ളം ഒഴിക്കാനവരെ കാണുന്നത്. നമ്മൾ ആ കണ്ട വെള്ളച്ചാട്ടം വീട്ടിലെ വെള്ളം ഒഴിക്കാനാണ്. ഒരുപാട് പട്ടികളുടെ ഒരു വീട്ടിൽ. അപ്പോൾ ആ വീടിൻ്റെ സൈഡിലൂടെ ചെറിയൊരു വഴിയായിട്ട് ചെറിയൊരു കോൺക്രീറ്റ് കട്ടിങ്ങാണ് ഇതിലൂടെ വന്നത്. ഉണ്ടാവില്ല ആ വെള്ളച്ചാട്ടത്തേക്ക് ഒഴിക്കാനുണ്ടോ. നിങ്ങൾക്ക് ഇവിടെ നിന്നാണ്. ഇവിടെ നിന്ന് തന്നെ അത്യാവശ്യം നല്ല കാഴ്ചയായിട്ട് ഇവിടെ വന്നത്. പിന്നെ ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട് കയറി പോകാനായിട്ട്. ചെറിയ കോൺക്രീറ്റ് സ്റ്റെപ്പാണ്. ഇവിടെ കയറി നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റും കേട്ടോ.
ഇവിടെ അടുത്ത് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ, തൊട്ടടുത്ത് തന്നെ വീടുകളുണ്ട്. പിന്നെ അതെ ഇതാണ് നമ്മൾ കണ്ട വെള്ളച്ചാട്ടം, അങ്ങനെ കണ്ടത് അടുത്ത തറ. അതാണ് ഒരു വെള്ളച്ചാട്ടം. നമ്മൾ അകലെ രസം അടുത്തേക്ക് പോകാനൊക്കെ പറ്റും, വഴിയുണ്ട് ഇവിടെ. പക്ഷെ പാറൊക്കെ നല്ലോണം തെന്നി കിടക്കാൻ കാരണം അത് ചാടിപ്പോയൊക്കെ പോകണം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ ഇവിടെ മഴ പെയ്ത് തന്നെ നല്ല വഴുക്കലൊക്കെ ഉണ്ട്. അപ്പം നോക്കി ചവിട്ടി പിടിച്ച് കയറി പോയില്ലെങ്കിൽ താഴെ വീഴും പാറയാണ്. അധികം ആൾക്കാർ വരാറില്ലാന്ന് പറഞ്ഞിട്ട് വഴിക്ക്. നമ്മൾ നോക്കി കയറി പോകണം, അല്ലെങ്കിൽ ശരിക്കും അല്ലേ ചെറിയ പിടുത്തൊന്നുമില്ല ശരിക്കും പാറമ. ചവിട്ടി കയറി പോകുമ്പോൾ നോക്കി പോയില്ലെങ്കിൽ താഴേക്ക് പോരും. അതെ എത്ര മുകളിൽ നമുക്ക് കയറുന്നുണ്ട്. അതായിട്ട് നമ്മുടെ വെള്ളച്ചാട്ടം. നമ്മളിത് പാറ അവിടെ കയറി വന്നിട്ട് ഇപ്പോൾ വലിയ കുഴപ്പമില്ല. വലിയ മഴയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നമുക്ക് ഇവിടേക്ക് വരാൻ പറ്റുന്നതില്ല, കാരണം ഇവിടെയൊക്കെ വെള്ളം ഉണ്ടാവും. ചില ഇതിൽ കൂടെ വെള്ളം ചാടുണ്ടാവും. അപ്പോൾ ഇത് വെള്ളം കുറവാണ്. അത് കാരണം നമുക്ക് ഇവിടെ നോക്കി ഒരു ചെറിയ പാറക്കെട്ടുണ്ട്, അതുമ്പോൾ കയറിയാലും നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും. അങ്ങനെ നമ്മൾ മുകളിലേക്ക് കിട്ടും. ഇതിൻ്റെ മുകളിലേക്ക് കയറി വന്നെങ്കിൽ ഇത് ഇറങ്ങി പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല വ്യൂ കിട്ടും. നമ്മളിത് കണ്ട വെള്ളച്ചാട്ടം കാണുന്നത് നല്ല നൈസ് സ്ഥലം കേട്ടോ. അല്ലെങ്കിൽ എന്താ മനോഹരമായ വെള്ളച്ചാട്ടം. നല്ല കണ്ണീര് പോലത്തെ വെള്ളം കേട്ടോ. എനിക്ക് കണ്ടോ പാറയുടെ പല തട്ടുകളിലായിട്ട് വെള്ളം ഒഴുകി വരുന്ന കാണുമ്പോൾ നല്ല ഭംഗി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു തോർത്ത് കൊണ്ടുവന്ന് ഇവിടെയൊക്കെ ഒന്ന് കുളിക്കാം. വലിയ അപകടങ്ങളൊന്നും ഇല്ലാതെ നല്ല തണുത്ത കണ്ണീര് പോലത്തെ വെള്ളത്തിൽ കുളിച്ച് പോകാം. എനിക്ക് മുകളിൽ നിൽക്കി നല്ല ഷവർ പോലെ വെള്ളം വേണേടാണ്, നൂലായിട്ട്. ശരിക്കും നമുക്ക് മുകളിലേക്കൊക്കെ കയറി പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ പോകാൻ പറ്റും. ഈ കസയുടെ വഴി പോലെ ഉണ്ട്. നമുക്ക് അതുപോലെ കയറി മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് അറിയില്ല. നമുക്കെന്തായാലും അത്രയ്ക്കും കയറണ്ട. നമുക്ക് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ കണ്ട് നമുക്ക് എന്തായാലും അടുത്ത രീതിക്ക് പോകേണ്ടതാണ്. ശരിക്കും വർഷക്കാലത്തൊക്കെ കാണാം, അതിന് മുകളിൽ നിന്ന് ഒരുപാട് വെള്ളം വരും. അപ്പോൾ നല്ല രസം കാണാൻ. ഇവിടെയൊക്കെ കുളിക്കാനൊക്കെ വരാൻ പറ്റും. വലിയ അപകടങ്ങളൊക്കെ കുറവാണ്. പിന്നെ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ പാറയമ്മ കിട്ടിയ സെറ്റ് വീഴ അങ്ങനെ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതേ വെള്ളം ഒഴുകി പോകണമെങ്കിൽ കണ്ടോ. ഇത് പാറയുടെ ഉള്ളിൽ നിന്ന് വെള്ളം വീണ് കേട്ടത്. മുകളിൽ കൂടെ ഇല്ല, അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം തന്നെ. നമ്മളെ തോർത്തെടുത്തിരിക്കുന്നുണ്ടോ. നമുക്ക് ഇവിടെ നിന്ന് കുളിക്കായിരുന്നു കേട്ടോ. എനിക്ക് മുകളിൽ നിന്ന് ഷവറിൽ വെള്ളം വീണേക്കാളും നല്ല സെറ്റപ്പായിട്ട് വെള്ളം വീണം. ഇത് എനിക്ക് ക്യാമറയ്ക്ക് വെള്ളത്തുള്ളിൽ വീണ്ട് ഇവിടെ. ആഹാ നൈസല്ലേ. എനിക്ക് ഇത് നമ്മളിങ്ങനെ ഒരു കാഴ്ചയോടെ പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഒരു കാഴ്ച ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചെങ്കിൽ നമ്മളെന്തായാലും ഒരു തോർത്തൊക്കെ എടുത്ത് വന്നേനെ കേട്ടോ. അപ്പോൾ നമുക്ക് കുളിക്കാനുള്ള ഒരു സൗകര്യം കേട്ടോ. നല്ല മനോഹരമായ നല്ല തെളിഞ്ഞ വെള്ളം, അതുപോലെ നല്ല തണുപ്പാട്ടോടെ. ശരിക്കും നമ്മളെ ഇരച്ചിപ്പാറ വെള്ളച്ചാട്ടമൊക്കെ പോലെ തോന്നും നമുക്ക്. കാന്തല്ലൂരുള്ള ഇരച്ചിപ്പാറ വെള്ളച്ചാട്ടമൊക്കെ പോലെ നമുക്കൊരു ഫീൽ ശരിക്കും അതുപോലത്തെ വെള്ളച്ചാട്ടം കേട്ടോ. നമ്മളൊക്കെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടിഭാഗത്ത് വന്നിട്ട് കൂടെ കേട്ടോ, ഈ പാറയുടെ ഗ്യാപ്പ് കൂടെ വെള്ളം വരുന്നുണ്ട്. പിന്നെ ഇത് കയറി പോകണമെങ്കിൽ നമുക്ക് കയറി പോകും, പക്ഷെ നമ്മൾ വീഴും. ഇപ്പോൾ വീഴാണ്ട് നോക്കി കയറി പോകണമെങ്കിൽ കണ്ടോ, ഈ കട്ടിങ് ചാറണമെങ്കിൽ കയറി പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിതൊക്കെ ഈ പാറമേക്ക് കയറിയിട്ട് അവിടെ നമ്മൾ നേരത്തെ നിന്ന സ്ഥലം ചെയ്താൽ തന്നെ കണ്ടോ. അവിടെ നിന്ന് നമ്മൾ നേരെ ഇതിൻ്റെ മുകളിൽ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വലിയ വെള്ളമൊന്നുമില്ല കേട്ടോ, വെള്ളം വരണ ഭാഗമൊന്നുമില്ല. അപ്പോഴേക്ക് ഇവിടെ നല്ല മൃഗങ്ങളുണ്ടോയെന്ന് അറിയില്ല. അതെ ഇവിടെ നല്ല സ്റ്റൈൽ കേട്ടോ.
നോക്കി കയറി വരുന്നുള്ളൂ. അത് വഴുക്കലില്ലെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവിടേക്ക് കയറി പോകാൻ പറ്റും. നമ്മൾ ഡ്രസ്സ് തോർത്തും അതുപോലെ വേറെ ഡ്രസ്സൊന്നും കരുതിയല്ല. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറി ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കാനാണെങ്കിൽ കുളിക്കാനൊക്കെ നല്ല ഒരു നൈസ് സ്ഥലം കേട്ടോ. എന്താ ഇത് ഈ പാറ വേണ്ട മൊത്തം വഴുകി കിടക്കാം. പിന്നെ ആ ഗ്യാപ്പിൽ കൂടെ കയറിപ്പോയി മുകളിൽ കയറാനൊക്കെ പറ്റും. പക്ഷേ നമ്മൾ ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ലല്ലോ, അതാണ്. ഇത് പാറയുടെ ഉള്ളിൽ കൂടെ വെള്ളം തന്നെ കേട്ടോ. ഇത് പാറയുടെ പുറത്ത് നമുക്ക് വെള്ളം കാണാൻ പറ്റില്ല. പക്ഷേ പാറയുടെ ഉള്ളിൽ കൂടെ ഒരു റോട്ടിൽ കൂടെ വെള്ളം വന്നത് കാണാം. നല്ല സ്ഥലം കാണാൻ പുറമോട്ടാണ് കാണുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മളിത് ഈ വെള്ളച്ചാട്ടത്തിനോടൊന്ന് മടങ്ങാം കേട്ടോ. നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങി. കണ്ടേ താഴെ നിന്നുള്ള വ്യൂ കേട്ടോ. നമ്മൾ ഏറ്റവും താഴെ നിന്നുള്ള വ്യൂ ഉണ്ട്. വെള്ളം ചാടി പോകണ്ട, പാറകടിയോടെ വെള്ളം ഇറങ്ങി പോകണ്ട. ചെറുതായിട്ട് നേരത്തെ കണ്ട ആ തോട്ടിലേക്ക് പോകണം. ചെറിയ തോട് കാണാം നമുക്ക് ഇറങ്ങി പോകുമ്പോൾ. അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിൽ നേരെ തിരിച്ചു പോണ്. നമ്മൾ കയറി വഴിക്ക് ഇറങ്ങാൻ പറ്റില്ല, കാരണം വെച്ചാൽ നല്ല സ്ലോപ്പുണ്ട്. സ്ലോപ്പുള്ള കാരണം നമ്മൾ നേരെ ഇപ്പുറത്തെ വഴിക്ക് ഇറങ്ങി കേട്ടോ. ചെറിയൊരു നേരെ കയറി പോകേണ്ട ഓപ്പോസിറ്റ് ചെറിയ വഴി കാണാൻ പറ്റില്ല. ഇതുപോലെ ഈറ്റക്കാടിൻ്റെ റോഡ് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടേക്ക് എത്താം. ഇവിടെ നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് കടന്നു വരാം കേട്ടോ. എന്നൊക്കെ പിന്നെ നമ്മൾ വീണ്ടും ഈ പാറമട കയറി അത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ സൈഡ് പാളി പിന്നെ നല്ല പഴുക്കലുള്ള സ്ഥലം കേട്ടോ. ഇറങ്ങി നമ്മൾ കേട്ടോ. അപ്പോൾ നിങ്ങളെന്തായാലും ഈ ചെറിയ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചയിൽ ഇഷ്ടപ്പെട്ടെ നമ്മൾ ചാനൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇത് കണ്ട വെള്ളം ഒഴുകി വന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കണ്ട വെള്ളം ഒഴുകിയിട്ട് ഇവിടെ ഒരു ചെറിയൊരു തോട് പോലെ ഉണ്ട്, അവിടേക്ക് എത്തണം വെള്ളം. ഈ റോഡിലേക്കാണ് എത്തണത്. ഇവിടെ നിന്ന് തന്നെ അവിടെ നിന്ന് വെള്ളം വരുന്നുണ്ട്. അതും വേറെ വെള്ളച്ചാട്ടം ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ കാടിൻ്റെ ഉള്ളിലെങ്ങാനും വേറെ നല്ല വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടാവും. അതുണ്ട്.